ട്രസ്റ്റിംഗ് ബംഗ്ലാദേശ് ഈസ് എ ക്രൈം. സൽമാൻ ആഗയുടെ റണ്ണൌട്ടിന് ശേഷം മുൻ ഇന്ത്യൻ താരം അജയ് ജഡേജ എക്സിൽ കുറിച്ചിട്ടത് ഇങ്ങനെയായിരുന്നു. ധാക്കയിലെ ഷേറെ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് രണ്ടാം ഏകദിനം അരങ്ങേറുകയാണ്. പാക് ഇന്നിംഗ്സിലെ 39-ാം ഓവർ. ബോളിംഗ് എൻഡിൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ മെഹ്ദി ഹസൻ, സ്ട്രൈക്കിൽ മുഹമ്മദ് റിസ്വാൻ. ആ ഓവറിലെ 4-ാം പന്ത് റിസ്വാൻ ഡിഫൻഡ് ചെയ്തിടുന്നു. പന്ത് നേരെ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ഉണ്ടായിരുന്ന സൽമാൻ ആഗയുടെ അടുത്തേക്കാണ് നീങ്ങിയത്. സൽമാൻ അപ്പോൾ ക്രീസിന് വെളിയിലായിരുന്നു. തൻ്റെ മുന്നിൽ കിടന്ന് പന്തെടുത്ത് നൽകാനായി സൽമാൻ ആഗ കുനിയുന്നു. അപ്പോഴേക്കും മെഹ്ദി ഹസൻ ഓടിച്ചെന്ന് പന്തെടുത്ത് സ്റ്റെമ്പിലേക്ക് എറിഞ്ഞു. പന്ത് ബെയിൽസ് ഇളക്കിയതും ബംഗ്ലാദേശ് നായകൻ അപ്പീൽ ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സൽമാൻ ആഗ ക്രീസിന് വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഫീൽഡ് അമ്പയർ തൻവീർ അഹമ്മദ് തീരുമാനം തേർഡ് അമ്പയർ കുമാർ ധർമ്മസേനയ്ക്ക് കൈമാറി. റിപ്ലൈ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിയുമ്പോൾ സൽമാൻ ആഗ ഗ്ലൗവും ഹെൽമറ്റും വലിച്ചെറിഞ്ഞ് തൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കാണാമായിരുന്നു. പന്ത് ബെയിൽസ് ഇളക്കുമ്പോൾ പാക് താരം ക്രീസിന് വെളിയിലായിരുന്നതിനാൽ തേർഡ് അമ്പയർ വിക്കറ്റ് വിധിച്ചു. നിരാശനായി മടങ്ങിയ സൽമാൻ ബൗണ്ടറി റോപ്പിനരികിൽ വെച്ചും തൻ്റെ അമർഷം കാണിച്ചു. മത്സരത്തിൽ 62 പന്തിൽ 64 റൺസായിരുന്നു സൽമാൻ്റെ സമ്പാദ്യം. 7 ഫോറും 2 സിക്സറും താരം പായിച്ചു. സൽമാൻ്റെ വിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. മത്സരത്തിന് ശേഷം ബംഗ്ലാദേശ് നായകനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സൽമാൻ. റിസ്വാൻ അടിച്ചിട്ട പന്ത് നേരെ എൻ്റെ പാഡിലാണ് കൊണ്ടത്. ഞാൻ മെഹ്ദിക്ക് അതെടുത്തു നൽകാൻ തുനിഞ്ഞു. എന്നാൽ അയാൾ നേരത്തെ തന്നെ എന്നെ റണ്ണൌട്ടാക്കണമെന്ന ഉദ്ദേശത്തിലായിരുന്നു. ക്രിക്കറ്റ് നിയമങ്ങൾ അത് ഔട്ടെന്ന് വിധിച്ചേക്കാം. എന്നാൽ ഒരല്പം സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ ആകാം. ഞാനാണ് അയാളുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു റണ്ണൌട്ടിന് മുതിരില്ല. മുമ്പും മൈതാനത്ത് ഞങ്ങൾ ഇങ്ങനെ വിക്കറ്റ് നേടാൻ ലഭിച്ച പല സുവർണാവസരങ്ങളും വേണ്ടെന്ന് വച്ചിട്ടുണ്ട്, സൽമാൻ ആഗ പറഞ്ഞു നിർത്തി. മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 128 റൺസിന്റെ കൂറ്റൻ വിജയമാണ് പാകിസ്ഥാൻ കുറിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ സദാക്കത്തിൻ്റെയും സൽമാൻ ആഗയുടെയും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ 274 റൺസ് അടിച്ചെടുത്തു. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് 114 റൺസിന് കൂടാരം കയറി. അർദ്ധ സെഞ്ചുറിക്കൊപ്പം 3 വിക്കറ്റും പോക്കറ്റിലാക്കിയ സദാക്കത്താണ് മാൻ ഓഫ് ദ മാച്ച്. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 1-1 സമനിലയിലായി. നാളെയാണ് പരമ്പരയിലെ നിർണായകമായ 3-ാം മത്സരം. അതേസമയം സൽമാൻ ആഗയുടെ റണ്ണൌട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബംഗ്ലാദേശ് നായകൻ മെഹ്ദി ഹസനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. മുൻ ഇന്ത്യൻ താരങ്ങളായ മുഹമ്മദ് കൈഫും അജയ് ജഡേജയും ഒക്കെ സംഭവത്തിൽ പ്രതികരിച്ചു. ഒരു ക്യാപ്റ്റനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണിതെന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കുന്നതല്ല എന്നുമായിരുന്നു മുഹമ്മദ് കൈഫിന്റെ പ്രതികരണം. ഏഞ്ചലോ മാത്യൂസിന്റെ ടൈംഡ് ഔട്ട് മുതൽ സൽമാൻ ആഗയുടെ റണ്ണൌട്ട് വരെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പിച്ചിൽ ബംഗ്ലാദേശ് താരങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. ബംഗ്ലാദേശിനെതിരെ കളിക്കുമ്പോൾ എല്ലാ ടീമുകളും കൂടുതൽ ജാഗരൂകരാകണം. അജയ് ജഡേജ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. T20 ലോകകപ്പിൽ തങ്ങളുടെ നിലപാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏക രാജ്യമായ പാകിസ്ഥാന് തന്നെ ബംഗ്ലാദേശ് ഇങ്ങനെയൊരു പണി കൊടുത്തല്ലോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആരാധകർ സൽമാൻ ആഗയെ ട്രോളുന്നത്. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിന്റെ മത്സരങ്ങളും ഇന്ത്യക്ക് വെളിയിൽ നടത്തണമെന്നായിരുന്നു BCBയുടെ ആവശ്യം. എന്നാൽ ICC ഈ ആവശ്യം തള്ളിയപ്പോൾ ടൂർണമെന്റ് ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചു. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യവുമായി എത്തിയ ഏക ടീം പാകിസ്ഥാനായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പോലും പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ അവസാന ഘട്ടത്തിൽ തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞു. 2023 ഏകദിന ലോകകപ്പിലാണ് ഏറെ കുപ്രസിദ്ധമായ ടൈംഡ് ഔട്ട് വിവാദമുണ്ടായത്. ഒരൊറ്റ പന്ത് പോലും നേരിടാതെയാണ് അന്ന് ഏഞ്ചലോ മാത്യൂസ് കളം വിട്ടത്. സദീര സമരവിക്രമം പുറത്തായതിനു ശേഷം ഏഞ്ചലോ മാത്യൂസ് പിച്ചിലെത്തുന്നു. എന്നാൽ ഹെൽമെറ്റിലെ തകരാറുകൾ പരിഹരിക്കാൻ പിച്ച് വിട്ട ശ്രീലങ്കൻ താരത്തിനെതിരെ ഷാക്കിബുൽ ഹസൻ ടൈംഡ് ഔട്ട് അപ്പീൽ നടത്തുന്നു. ഒരാൾ പുറത്താവുകയോ റിട്ടയർ ചെയ്ത് മടങ്ങുകയോ ചെയ്താൽ 3 മിനിറ്റിനുള്ളിൽ അടുത്ത ബാറ്റർ ക്രീസിലെത്തണം എന്നതാണ് MCC നിയമം പറയുന്നത്. ICC ലോകകപ്പിൽ ഇത് 2 മിനിറ്റാണ്. അഥവാ ഈ സമയത്തിനുള്ളിൽ ക്രീസിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ടൈംഡ് ഔട്ടായി പുറത്താവുമെന്ന്. ഹെൽമെറ്റിലെ പ്രശ്നം പരിഹരിക്കാൻ പോയതാണെന്ന് മാത്യൂസ് പറഞ്ഞിട്ടും രക്ഷയുണ്ടായില്ല. എതിർ ടീം നായകന്റെ തീരുമാനം നിർണായകമാണെന്ന് അമ്പയർ ഏഞ്ചലോ മാത്യൂസിനെ അറിയിച്ചു. എന്നാൽ ഷാക്കിബുൽ ഹസൻ അപ്പീലിൽ ഉറച്ചു നിന്നു. ഇതിനെ തുടർന്ന് ശ്രീലങ്കൻ താരത്തിന് ഒറ്റ പന്ത് പോലും നേരിടാതെ ഗ്രൗണ്ട് വിടേണ്ടി വന്നു. രൂക്ഷ വിമർശനങ്ങളാണ് അന്ന് ബംഗ്ലാദേശ് നായകൻ ഷാക്കിബുൽ ഹസനെതിരെ ഉയർന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടായി മടങ്ങുന്ന ആദ്യ താരമായിരുന്നു ഏഞ്ചലോ മാത്യൂസ്. മറുപടി ബാറ്റിംഗിൽ ഷാക്കിബിന്റെ വിക്കറ്റ് എടുത്തത് ഏഞ്ചലോ മാത്യൂസ് ആണ്. കയ്യിലെ വാച്ചിൽ ചൂണ്ടി ടൈമായോ എന്ന് ചോദിച്ചാണ് ശ്രീലങ്കൻ താരം അന്ന് ഷാക്കിബിനെ ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞയച്ചത്.